ഭൂമിയിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ എന്ന് വിശേഷിക്കപ്പെട്ട ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. എന്നാൽ ഇന്നും ആ ദുരന്തത്തിന്റെ ശേഷിപ്പുകൾ പുറത്തു വരുമ്പോൾ ലോകം അത്ഭുതത്തോടെയും അതിലേറെ വേദനയോടെയുമാണ് അത് നോക്കി നിൽക്കുന്നത്. വെറുമൊരു തുണികഷ്ണം എന്ന് നമ്മൾ വിചാരിച്ചേക്കാവുന്ന ഒരു വസ്തു 9 കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ടൈറ്റാനിക് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യാത്രക്കാരി ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റാണ് ഈ റെക്കോർഡ് തുകയ്ക്ക് ലേലത്തിൽ വിറ്റുപോയത്. ചരിത്ര പ്രേമികളെയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഈ ലൈഫ് ജാക്കറ്റിന് പിന്നിൽ കണ്ണീരിന്റെയും അതിജീവനത്തിന്റെയും വലിയൊരു കഥയുണ്ട്. ആ കഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വെൽക്കം ടു ബ്രഞ്ച് ഫയൽസ്. ടൈറ്റാനിക്കിലെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരിയായിരുന്ന ലോറ മാബെ ഫ്രാങ്ക്ലിറ്റിന്റെ എന്ന യുവതിയുടെ ലൈഫ് ജാക്കറ്റാണ് ഈ വാർത്താതാരം. 1912 ഏപ്രിൽ 14 രാത്രി ടൈറ്റാനിക് മഞ്ഞുപാളിയുമായി ഇടിക്കുമ്പോൾ ലോറ ആ കപ്പലിലുണ്ടായിരുന്നു. ആ സാധാരണ യാത്രക്കാരിയല്ലായിരുന്നു അവൾ. പ്രശസ്ത ഫാഷൻ ഡിസൈനർ ആയിരുന്നു ലേഡി ഡഫ് ഡോൾഡന്റെയും ഭർത്താവ് സർ കോസ്മോ ഡഫ് ഡോൾഡന്റെയും പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ലോറ. കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങളിൽ ലോറ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റാണ് ഇന്ന് കോടികൾ വിലമതിക്കുന്ന ചരിത്രരേഖയായി മാറിയിരുന്നത്. ഈ ലൈഫ് ജാക്കറ്റിന് ഇത്രയധികം വില കിട്ടാൻ ഒരു പ്രധാന കാരണമുണ്ട്. സാധാരണ ലേല വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ലോറയും അവരോടൊപ്പം രക്ഷപ്പെട്ട മറ്റ് യാത്രക്കാരും ഇതിൽ തങ്ങളുടെ ഒപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു. ആ ദുരന്തരാത്രിയെ അതിജീവിച്ചതിന്റെ അടയാളമായി ഇവർ ഈ ജാക്കറ്റിൽ തങ്ങളുടെ പേരുകൾ കേറിയിട്ടു. പിൽക്കാലത്ത് ചരിത്രകാരന്മാർക്കും ടൈറ്റാനിക്കിലെ രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ സഹായിച്ച പ്രധാന തെളിവുകളിൽ ഒന്നായിരുന്നു ഈ ജാക്കറ്റ്. ഇംഗ്ലണ്ടിലെ ഡിവൈസിലുള്ള ഹെൻറി ആൽഡ്രിച്ച് ആൻഡ് സൺ എന്ന പ്രശസ്തമായ ലേല കമ്പനിയാണ് ഈ ലേലം സംഘടിപ്പിച്ചത്. പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ് 6,70,000 പൗണ്ട്, അതായത് ഏകദേശം 9 കോടി രൂപക്ക് ഈ അപൂർവ ചരിത്രശേഷം സ്വന്തമാക്കിയത്. ലോറ മൊബൈലും സംഘവും രക്ഷപ്പെട്ട 1-ാം നമ്പർ ലൈഫ് ബോട്ടിനെ കുറിച്ച് ഇന്നും വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നു. ചരിത്രത്തിലെ ഈ ബോട്ടിനെ മണി ബോട്ട് അഥവാ പണക്കാരുടെ ബോട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ബോട്ട് ഇത്രയധികം വിവാദമായതെന്ന് നോക്കാം. ഏകദേശം 40 പേർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന ബോട്ടായിരുന്നു അത്. എന്നാൽ ടൈറ്റാനിക് മുങ്ങുമ്പോഴുള്ള ആ കാരണങ്ങൾക്കിടയിൽ ഈ ബോട്ടിൽ വെറും 12 പേർ മാത്രമാണ് കയറിയത്. കപ്പലിലെ ജീവനക്കാരും സർ കോസ്മോയും ലേഡി ഡഫ് ഡോൾഡനെയും ലോറയും അടങ്ങുന്ന ഒരു ചെറിയ സംഘം. ബാക്കിയുള്ള സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നിട്ടും കടലിൽ വീണു മരിക്കാൻ പോകുന്ന മറ്റ് യാത്രക്കാരെ രക്ഷിക്കാൻ ഈ ബോട്ട് തയ്യാറായില്ല എന്ന വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. കപ്പൽ മുങ്ങുന്ന സമയത്ത് സഹായത്തിനായി കരയുന്ന ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടും 1-ാം നമ്പർ ബോട്ടിലുണ്ടായിരുന്നവർ തിരികെ പോകാൻ ശ്രമിച്ചില്ല. തങ്ങൾ തിരിച്ചു പോയാൽ മുങ്ങുന്ന കപ്പലിൽ ഉള്ളവർ ബോട്ടിലേക്ക് ഇരച്ചു കയറുമെന്നും അതോടെ ബോട്ട് മറിയുമെന്നും അവർ ഭയന്നു. ഈ പേടി കാരണം 28 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കെ അവർ സുരക്ഷിതമായ ദൂരത്തേക്ക് തുഴഞ്ഞുപോയി. പിന്നീട് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ കപ്പലിൽ കയറിയപ്പോൾ സർക്കോസ്മോ ബോട്ടിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് 5 പൗണ്ട് വീതം നൽകിയതും വലിയ വിവാദമായി. ജീവനക്കാരെ സ്വാധീനിച്ച് രക്ഷപ്പെടുത്താനോ ആക്ഷേപം അക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അന്വേഷണ സമിതി വരെ ചർച്ച ചെയ്തു. 1500-ലധികം ആളുകൾക്ക് ജീവൻ രക്ഷപ്പെട്ട ടൈറ്റാനിക് ദുരന്തം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ണീർ കഥയാണ്. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ജീവിതാവസാനം വരെ ആ ഓർമ്മകളിൽ വേട്ടയാടപ്പെട്ടിരുന്നു. ലോറ മാബെല്ലും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. അവർ മരിക്കുന്നതുവരെ ഈ ലൈഫ് ജാക്കറ്റ് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ രാത്രിയിലെ നിലവിളികളും മരവിപ്പും തണുപ്പും ഈ ലൈഫ് ജാക്കറ്റിലെ ഓരോ ഇഴകളിലും ഇന്നും തങ്ങി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിൽ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് ഇത്രയധികം മൂല്യം ലഭിക്കുന്നത്. ലോറയുടെ ജീവിതം പിൽക്കാലത്ത് ഫാഷൻ രംഗത്തായിരുന്നു. എങ്കിലും തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ആ രാത്രിയുടെ ഓർമ്മയായ ലൈഫ് ജാക്കറ്റ് അവർ വിട്ടുകളഞ്ഞില്ല. പിന്നീട് ഇത് കൈമാറി വന്നാണ് ലേലത്തിന് എത്തിയത്. ഇന്ന് ആ ജാക്കറ്റ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചരിത്രരേഖകളിൽ ഒന്നായി മാറി. ആർഭാടത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായിരുന്ന ടൈറ്റാനിക് എങ്ങനെ ഒരു ദുരന്തമായി മാറിയെന്നും മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ചിലപ്പോൾ ഭയവും സ്വാർത്ഥതയും എങ്ങനെ വില്ലന്മാരായി വരുന്നു എന്നും ഈ ലൈഫ് ജാക്കറ്റിന്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ ആ
ജാക്കറ്റിന്റെ പഴക്കവും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒപ്പുകളും വ്യക്തമാണ്. ഒരു കപ്പൽ തകർന്നെങ്കിലും അന്ന് ആ തണുത്ത കടലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുടെ ജീവിതം നമ്മൾ ഇന്ന് 9 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഒരു തുണിക്കഷ്ണത്തിലൂടെ തിരിച്ചറിയുന്നു. ചരിത്രം എന്നത് വെറും കഥകളല്ല, മറിച്ച് ലോറയെ പോലെയുള്ള മനുഷ്യൻ അനുഭവിച്ച യഥാർത്ഥ്യങ്ങളും നേർക്കാഴ്ചയെന്നും ഈ ലൈഫ് ജാക്കറ്റ് നമ്മോട് പറയുന്നു. ടൈറ്റാനിക് ദുരന്തങ്ങളെ കുറിച്ചുള്ള പുതിയ അറിവുകളും ഇത്തരത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന വസ്തുതകളും ഇനിയും പുറത്തു വരുന്നതുകൊണ്ടേയിരിക്കെ, കാരണം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ ബാക്കിയുണ്ട്. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.